പാർട്ട് 8 ടോട്ടോയ്ക്ക് കാർണമേ പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. जानवर भी मनुष्यों की तरह ही प्रेम और अपमान अपन चाहते हैं. ജാൻവർ മൃഗങ്ങളും മനുഷ്യരെ പോലെ തന്നെ സ്വന്തം ഓൺ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം കെയർ കിട്ടാൻ വേണ്ടിയിട്ട് സ്നേഹവും കെയറും പരിചരണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് മൃഗങ്ങളും, അല്ലേ? ചിലപ്പോൾ നമുക്കൊക്കെ വിചാരിച്ചാൽ നമ്മുടെ വളർത്തുന്നതൊക്കെ നമ്മളോട് മുട്ടി ഒരുമയൊക്കെ നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ അവയെ ഒന്ന് തലോടുക, ഉമ്മ വയ്ക്കുക, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുക. അപ്പം നമ്മളെപ്പോലെ തന്നെ മൃഗങ്ങളും എന്താണ് ആഗ്രഹിക്കുന്നത്? തലോടലും സ്നേഹവും. ആന പോലും, അല്ലേ? ആന പോലും എന്താണ്, ഒന്ന് തടലും സ്നേഹമൊക്കെ കിട്ടുമ്പോഴേക്കും അത് ഒരു പൂച്ചക്കുഞ്ഞു പോലെ നമ്മുടെ അടുത്ത് പാപ്പാന്മാരുടെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പല വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അപ്പം ആനിമൽസ് പോലും മൃഗങ്ങൾ പോലും തൻ്റെ സ്നേഹവും പരിചരണവും കെയറും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഉനേ ഭി ദോസ്ത് ദുഷ്മൻ കി പഹചാൻ ഹോത്തി ഹെ. അവർക്കും അറിയാം ദോസ്ത്, ഫ്രണ്ട്ഷിപ്പും ദുഷ്മൻ, ദുഷ്ടന്മാരെ, അല്ലേ, ശത്രുക്കളെയൊക്കെ അവർക്കും കണ്ടാൽ അറിയാം. സ്വയം കാ ബച്ചാനെ കെ ലിയെ കഭി കഭി ആക്രമവി ഹോ ജാത്തെ ഹെ. തന്നെ രക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങളും പലപ്പോഴും ആക്രമകാരികളായി തീരാറുണ്ട്. വേ ഹംസെ അച്ഛെ വ്യവഹാർക്കി ഉമ്മീദ് കർത്തേ ഹെ. അവർ നമ്മളെപ്പോലെ നമ്മളോട് നല്ല ബിഹേവിയർ ആഗ്രഹിക്കുന്നവരാണ് മൃഗങ്ങളും. അപ്പം മനുഷ്യനാണ് എല്ലാത്തിനും മയച്ച് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും മൃഗങ്ങളും അത് ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ സ്നേഹവും കരുണയും പരിചരണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് കടക്കാൻ. एक दिन दादाजी तांगे वाले से 5 रुपये में टोटो को खरीद लाए. അപ്പോൾ താങ്കെ വാലെ ഒരു നാടോടിയായ ഒരു മനുഷ്യനാണ്. അയാളുടെ കയ്യിൽ നിന്നും 5 രൂപയ്ക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദർ, അല്ലേ, ദാദാജി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ, ടോട്ടോക്ക് കരുതിക്കലായതേ, ടോട്ടോയെ മേടിച്ചുകൊണ്ട് വന്നു. 5 രൂപയ്ക്ക് ടോട്ടോ മേടിച്ചിട്ടുണ്ട്. ആരാ ടോട്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. താങ്കെ വാലെ ഇസ് ചോട്ടെ ലാൽ ബന്ദർ കോ टट्टू के चारे पानी की हायद से बांध कर रखता था. താങ്കെ വാല ഇസ് ചോട്ടെ ബന്ദർ. അപ്പോൾ ടോട്ടോ ആരാണ്? ഒരു കൊച്ചു ബന്ദറാണ്, അല്ലേ, ഒരു മങ്കിക്കുട്ടിയാണ്. ആര്? ടോട്ടോ. ഈ താങ്കെ വാല, ഈ നാടോടിയായ മനുഷ്യൻ ഈ ടോട്ടോയെ ഒരു വാട്ടർ ടാങ്കിൽ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. टुट्टू के चारे पानी के हायद में बांधकर रखता था. അങ്ങനെ വാട്ടർ ടാങ്കിൽ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ബന്ദർ ബഹുത് ഹി ഉദാസ് ദിക്കായി ദേ രഹാ താ. ഈ കുരങ്ങ് ഭയങ്കര ഉദാസ്, സാഡ്നെസ്, വളരെ ദുഃഖിതനായിട്ട് ഇരിക്കുകയായിരുന്നു, ഡള്ളായിട്ട് ഇരിക്കുകയായിരുന്നു. ദാദാനെ ഉസെ ഘർ ലാനെ കാ ഫൈസല കിയ. ദാദാജി അവനെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ജബ്കി ഘർ മേ पहले से ही बहुत से पालतू जानवर थे. നേരത്തെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് വളർത്തു ജീവികളുണ്ടായിരുന്നു. എന്നിട്ടും ദാദാജി ഈ ജീവിയെയും കൊണ്ട് എന്ത് ചെയ്തു? വീട്ടിൽ വന്നു. ബന്ദർ ബഹുത് ഹി ഉദാസ് ദിഖായി ദേ രഹാ താ. ബന്ദർ വളരെ ദുഃഖിതനായിട്ടാണ് കാണപ്പെട്ടത്. ദാദാജി ഉസെ ഘർ ലാനെ കാ ഫൈസല കിയ. അതുകൊണ്ട് ദാദാജി അവനെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ജബ്കി ഘർ മേ പഹലെ ബഹുത് സെ പാൽത്തു ജാൻവർ थे. ഞങ്ങളുടെ വീട്ടിൽ ഒന്നാമതിന് ഒരുപാട് വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്ന സമയപ്പോഴാണ് ദാദാജി ഈ ബന്ദറിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നത്. ടോട്ടോ ബഹുത് സുന്ദർ താ. ടോട്ടോയെ കാണാൻ വളരെ സുന്ദരനായിരുന്നു. ഉസ്കി ചമക്കീലി ആംഖോമേ ശൈത്താനി ഭരി രൗദിതി. അവൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ ശൈത്താനി, ന്യൂട്ടിനസ്, കുസൃതി. ഒരുപാട് കുസൃതി കാണിക്കാൻ, ഏറ്റവും കൂടുതൽ കുസൃതി കാണിക്കുന്ന അവസ്ഥയുണ്ടോ ശൈത്താനി. കൊച്ചു കുസൃതികളൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ശൈത്താനിയാണ്, പൈശാചിക ഭാവം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അത് ഇവിടെ നമുക്ക് സൈത്താനി നോട്ട് ചെയ്യുന്ന വിചാരിച്ചാൽ മതി, അല്ലേ? പൈശാചികം എന്നൊക്കെ പറയണ ഭീകരതയല്ലേ, അത് വേണ്ട. അപ്പോൾ നമുക്ക് ഞോട്ടി, ശൈത്താനി എന്ന് പറഞ്ഞാൽ ഞോട്ടി. ഭാര്യ രക്തി നിറഞ്ഞു നിന്നിരുന്നു. വഹ് പ്രായം കീസെ നിപ്പോർക്കർ.
अपने मोती जैसे आंख दिखता था करते थे അവനിങ്ങനെ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മോത്തി ജൈസ കണ്ണു പോലുള്ള സോറി മുത്ത് പോലുള്ള ഇങ്ങനെ ഈ സോറി ഞാൻ കേസെ നിപ്പോർക്കർ അപ്പനെ മോത്തി ജൈസ ദാന്ത് ദിക്താ ഥാ അതിൻ്റെ ചുവടുകൾ ഇങ്ങനെ ഉയർത്തി കാട്ടിയിട്ട് അതിൻ്റെ മുത്ത് പോലുള്ള പല്ലുകൾ കാണിച്ചിരുന്നു പൂച്ച് തോ ഉസ്കി സുന്ദരതാമേ ചാർ ചന്ത ലഗ്താ ഥാ അവൻ്റെ വാലുകൾ അവൻ്റെ ഭംഗിയിൽ വളരെ കൂടുതൽ അവനെ മനോഹരനാക്കിയിരുന്നു ചാർ ചാന്ത് 4 നക്ഷത്രങ്ങളായിരുന്നു അവൻ്റെ ഭംഗിയിൽ ആര് നമ്മുടെ പൂച്ച് വാല് നമ്മുടെ അല്ല ഭംഗിയുടെ ഓക്കെ അവർ യഹ് ഉസ്കെ തീസരെ ഹാത്ത് കാ കാം കർത്തി थी ഈ വാല് അവൻ്റെ മൂന്നാമത്തെ കൈകളുടെ ജോലി ചെയ്തിരുന്നു മൂന്നാം കൈ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ജോലി ചെയ്തിരുന്ന സാധനമാണ് പൂച്ച് पूछ का उपयोग वह शाखाओं पर झूलने और ऐसे फल आदि तोड़ने के लिए करता था जो उसके हाथों की पकड़ से दूर होते हैं അപ്പം ഈ പൂച്ചൻ്റെ മൂന്നാമത്തെ കൈയുടെ ഉപയോഗം ഫലമാണ് ചെയ്തിരുന്നത് അല്ലേ പൂച്ച എന്ന് പറഞ്ഞാൽ വാല അതിൻ്റെ മൂന്നാമത്തെ കൈയുടെ ഉപയോഗമാണ് വാലും കൊണ്ട് കിട്ടിയിരുന്നത് അപ്പം അതെന്ത് ചെയ്യണം ഇവന് മരങ്ങളിലൂടെ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഈ പൂച്ച സഹായിച്ചിരുന്നു കൂടാതെ ഐസേ ഫൽ ആദ്യം തുടനെ കേലി കർത്തായി അങ്ങനെയുള്ള പഴങ്ങൾ പറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്ങനെ അവൻ്റെ കൈ കൊണ്ട് പറിക്കാൻ പറ്റാത്ത പഴങ്ങളെ പറിക്കാൻ വേണ്ടി അവൻ്റെ വാൽ അവനെ സഹായിച്ചിരുന്നു जब दादाजी किसी भी नए प्राणी को घर लाता है तो दादी जी हमेशा गुस्सा करती थी ദാദാജി എവിടെ പോയാലും ഒരു ആനിമൽസിനെ കൊണ്ട് വരും നിങ്ങൾ എന്താ 6th പഠിച്ചിട്ടുണ്ട് ചെമലിയൻ അല്ലേ ഒരു എന്താ അതിൻ്റെ പേരെന്നാ നിങ്ങൾ 6th പഠിച്ചിട്ടുണ്ട് ഒരു ഗിർഗിട്ട് കി കഹാനി അല്ലേ ചെമലിയൻ ഒരു ജീവിയെ കുറിച്ച് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ അതുപോലെ ഒരു ദാദാജി ആയിരിക്കുന്നു ദാദാജി തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വീട്ടിലെപ്പോഴും മൃഗങ്ങളെ കൊണ്ട് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇഷ്ടപ്പെടുന്നൊരു ദാദാജി ഈ ദാദാജി എപ്പോഴെങ്കിലും ഒരു പുതിയ മൃഗത്തെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന ദാദിജിക്ക് ഗ്രാൻഡ് മദറിന് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ടായിരുന്നു ഗുസ്സ കർത്തി ദേഷ്യപ്പെട്ടിരുന്നു इसलिए हमने उसे छिपाने के लिए कोठरी में बंद कर दिया ദാദിജിയിൽ നിന്നും ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു മുറി കൊണ്ട് അവനെ അടച്ചിട്ടു ജബ് തക്ക് ദാദിജി അച്ഛേ മൂഡ് മേ നാ ഹോ എപ്പോഴാണോ ദാദിജി നല്ല മൂഡിൽ വന്നെങ്കിൽ മാത്രമേ ഇവനെ പുറത്തേക്ക് കാണിക്കുള്ളൂ ना हो कुछ घंटे के बाद दादाजी और मैं टोटो का हाल चाल जानने के लिए गए കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം അവൻ എന്നെ അടുക്കുന്നു ഒരു മുറി കൊണ്ടേ അടച്ചു വെച്ചിരിക്കുകയാണ് ഇവൻ എന്തെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പതുക്കെ ചെന്ന് റൂം തുറന്നു നോക്കി हमने देखा कि दीवार पर लगे सजावटी चित्र उखाड़े पड़े हैं ഞങ്ങൾ കണ്ടു ഈ ഭിത്തിയിൽ സാധാരണ നല്ലൊക്കെ വീടുകളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പല സീനറിയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് തൂക്കിയിടും അല്ലേ അങ്ങനെ മനോഹരമായ ഇവിടെയും തൂക്കിയിട്ടുണ്ടായിരുന്നു ആണിയിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോകൾ നേരെ തല തിരിഞ്ഞ് കിടക്കുന്നു കൂട്ടി ഉഖടി പടി അതിൽ തറച്ചിരുന്ന ആണി പറഞ്ഞു വീണ് കിടക്കുന്നു और वहाँ टांगा मेरा स्पोर्ट्स कोट तार हो चुका था അതിൽ ഒരു ആണി തൂക്കിയിട്ടിട്ട് അതിൽ ഞാൻ എൻ്റെ സ്പോർട്സ് കോട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു അത് നോക്കുമ്പോൾ അത് വലിച്ചു കീറിയിട്ടിരിക്കുന്നു താഴെ സ്പോർട്സ് സൂട്ട് ദാദാജി ബന്ദർ की करतूत से खुश नजर आई ഈ ദാദാജി കർത്തൂത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിസ്ഡീഡ് കുസൃതി ദാദാജി ബന്ദർക്കി കർത്തൂത്ത് ഈ പ്രവൃത്തികൾ ദാദാജിക്ക് വളരെ സന്തോഷമായിട്ടാണ് തോന്നിയത് ഉൻഹോനെ കെഹ അദ്ദേഹം പറഞ്ഞു
ഓ കാഫി ഹോഷിയാർ ഹേ, ആ ഇവ ഭയങ്കര ആക്റ്റീവാണ്, കൊള്ളാം കൊള്ളാം എന്ന് ദാദാജി പറഞ്ഞു. यदि इससे हम और समय मिलता तो यह तुम्हारे कोट के फटे टुकड़ों से रस्सी बनाकर खिड़की से बाहर भाग जाता. കുറച്ച് സമയം കൂടെ ഇവന് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ കോട്ടയുടെ വലിച്ചു കയറി ടുക്കട കഷ്ണം കഷ്ണമാക്കി ഇട്ടിരിക്കുകയാണ്. അവൻ എന്നാ ചെയ്യും? കുറച്ച് സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇവൻ ഈ പൊട്ടിക്ക് വലിച്ചു കയറിയിട്ടിരിക്കുന്ന കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി ഒരു കയറ് പോലെയാക്കിയിട്ട് ഇവൻ ജനലയോട് ചാടി രക്ഷപ്പെട്ടനെ എന്ന് दादाजी പറഞ്ഞു. खैर दादाजी जब टोटो को रखने के लिए तैयार हो गई, खैर എന്താ എന്നിരുന്നാലും ദാദിജി ടോട്ടോക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. ദാദിജി ടോട്ടോയെ വീട്ടിൽ വെക്കാനായിട്ട് സമ്മതിച്ച് കഴിഞ്ഞപ്പോഴേക്കും ടോട്ടോ को बाड़े में बढ़िया जगह मिल गया. बाड़े തങ്ങളുടെ വേലിക്കകത്ത്, അതായത് മതിലിനിപ്പുറത്ത് അതിന് മനോഹരമായ ഒരു സ്ഥലം താമസിക്കാൻ വേണ്ടിയിട്ട് കിട്ടി. सर्दियों के शाम को दादाजी उसे गर्म पानी से नहलाती. सर्दियों के दिन, അതായത് തണുപ്പുള്ള വൈകുന്നേരങ്ങളിൽ ദാദിജി അവനെ ഗരം പാനീസെ ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കും. ടോട്ടോക്ക് എലിയെ സുഖദ് ക്ഷൺ ഹോത്ത. ടോട്ടോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള സുഖമായിട്ട് ഒരു അനുഭവമായിരുന്നു. पानी के टब में घुसने से पहले टोटो अपनी उंगलियों से परखता था कि पानी कितना गर्म है. ഒരു ടബിലാണ് വെള്ളം വെക്കുന്നത് കേട്ടോ. ടോട്ടോയെ കുളിക്കാൻ വേണ്ടി ടബിൽ വെള്ളം വെക്കും, ചൂടുവെള്ളം വെക്കും. ടട്ടോ അതിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ടട്ടോ തൻ്റെ കൈ കൊണ്ട് വെള്ളത്തിലൊന്ന് മുക്കിയൊക്കെ നോക്കും, ചൂടൊക്കെ എങ്ങനെയുണ്ട്, നല്ല ചൂടാണോ, ദേഹം പൊള്ളുമെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. പാനി എത്ര ചൂടാണ് എന്നറിയാൻ വേണ്ടി, വെള്ളത്തിന് എത്ര ചൂടുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഫിർ ധീരെ ധീരെ വഹ പാനിമേം ഗുസ്ത. പിന്നീട് പതുക്കെ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. കേവൽ गर्दन ही पानी से बाहर, इसके बाद पानी में पूरा ही घुस जाता. ധീരെ ധീരെ പാനിമേയും ഗുസ്ത. പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. പലേക്ക് പയർ, ആദ്യം ഒരു കാല് ഇറക്കി വെക്കും. ഫിർ ദൂസര പയർ, പിന്നീട് രണ്ടാമത്തെ കാല് വെക്കും. ടബ് മേ ഡാൽത്ത, ടബിൽ ഇടും. इसके बाद पानी में पूरा ही घुस जाता. അതിനുശേഷം വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങും. കേവൽ ഗർദൻ ഹി പാനി സെ ബാഹർ ഹോത്തി തീ. കഴുത്തും തലയും മാത്രം അല്ലേ വെള്ളത്തിന് പുറത്ത് കാണുകയുള്ളൂ. ടീക് സെ ബൈഠനെ കെ ബാദ്, നന്നായി വെള്ളത്തിൽ ഇരിക്കുന്നതിന് ശേഷം ഹാത്ത് സെ സാബൂൺ കി പൂരെ ശരീർ മൽത്താ ഥാ. സോപ്പ് കൊണ്ട് ശരീരം മുഴുവനും തേച്ച് സോപ്പ് കൊണ്ട് കുളിക്കും. പാനി ടണ്ട ഹോനെ പർ ബാഹർ നിക്കൽ ജാത്ത. വെള്ളം തണുക്കുമ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടും. तेजी से भाग कर रसोई में चूल्हे के सामने अपने वतन को सुखाता था. പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി അടുക്കളയിലേക്ക് ഓടും. എന്തിനാന്ന്? അടുപ്പിൻ്റെ മുൻപിൽ പോയിരിക്കാൻ വേണ്ടി, ശരീരം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ ചുവട്ടിലേക്ക് ഓടും. एक दिन तो वह आग पर रखी दगची में ഗുസ് ഗയാഥ. ദഗച്ചി എന്ന് പറഞ്ഞ കെറ്റിലാട്ടോ. ഒരു പ്രാവശ്യം അവൻ അടുക്കളയിൽ വെച്ചിരുന്ന ആകപ്പർ രക്ഷി, തീയിൽ വെച്ചിരുന്ന കെറ്റിൽ, കെറ്റിലറിയാം, ഒരു കുഴയൊക്കെയുള്ള ഒരു പാത്രമാണ്. ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ദാദാജിനെ അത്ത് ജുൽസി ഹാലത്തുമേ ബാഹർ നിക്കാല. ദാദാജി വളരെ കഷ്ടപ്പെട്ട് അവനെ ആ കെറ്റിലിൽ നിന്നും പുറത്തെടുത്തത്. ദഗച്ചി ക ടക്കൻ ഉഠാക്കർ വഹ് ഉസ്മേ ബൈട്ട് ഗയ. ദഗച്ചിയുടെ അടപ്പ് പുറത്തെടുത്തിട്ട് അവൻ അതിൻ്റെ അകത്ത്
കയറിയിരുന്നു. കുച്ച് ദേർ ബാദ് പാനി ഉബലിനെ ലഗി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. തോ ഹാത്ത് പാവ് മാർത്താരഹ കൈ കൊണ്ട് കൊട്ടിക്കൊണ്ട് ബഹളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ലേക്കിൻ ഉസസെ നിക്കാല നഹി ജാ രഹാത്ത. അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നില്ല. ടോട്ടോക്കെ ദിമാഗ് ക ശൈത്താനി വാല ഹിസ കുച്ച് അധിക വികസിത. അവൻ്റെ തലയിലെ നോട്ടിനസ് കുസൃതി വളരെ അധികമായിട്ട് വികസിച്ചത് തന്നെയായിരുന്നു. വളരെ ഒത്തിരി കുസൃതി എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു. उसकी सावधानी के कारण दादाजी को मानना पड़ा कि उस जैसे जानवर को बहुत लंबे समय तक रखना कठिन है. അതിൻ്റെ കുസൃതി കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ദാദാജിക്ക് മനസ്സിലായി ഇതുപോലുള്ള ജീവികളെ വീട്ടിൽ സൂക്ഷിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന് ദാദാജിക്ക് മനസ്സിലായി. पर താങ്കവാലെ तो नहीं दिया जा सकता था. താങ്കവാലേക്കോ വീണ്ടും താങ്കവാലേക്ക് അതിനെ തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. एक दिन हमारी സമസ്യ ഹൽ ഹോ ഗൈ. അങ്ങനെ ഇവൻ എന്നാ ചെയ്യും, ഇവനെ പുറത്തേക്ക് വിടാൻ പറ്റുകയില്ല, എന്ത് ചെയ്യും എന്നുള്ള ആ ടെൻഷൻ ഇരുന്ന ഒരു സമയത്ത് അവരുടെ ഈ പ്രോബ്ലം വളരെ പെട്ടെന്ന് സോൾവായി. ഏക മഹാത്മാ ഹമാരെ ഘർ പഥാരെ. ഒരു മഹാത്മാവായ വ്യക്തി, ഒരു സന്യാസി ഞങ്ങളുടെ വീട്ടിൽ വന്നു. और उन्होंने कहा, അദ്ദേഹം പറഞ്ഞു कि वे अपने पवित्र बंदर को खोजने आए हैं. അദ്ദേഹം തൻ്റെ പവിത്രമായ പവിത്രം എന്ന് പറഞ്ഞാൽ ഹോളി ആയിട്ടുള്ള ആനിമലിനെ അന്വേഷിച്ച് കുരങ്ങനെ അന്വേഷിച്ച് വന്നതാണ്. ആയേ വന്നതാണ്. ദാദാജിനെ കഹ, ദാദാജി പറഞ്ഞു, ഹമാരെ പാസ് ബന്ദർ തോ ഹേ. ഞങ്ങളുടെ അടുത്തൊരു കുരങ്ങൊക്കെ ഉണ്ട്. तो बहुत हमारे बंदर तो है पवित्र होने का बजाय अपवित्र है. പവിത്രമൊന്നുമല്ല ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന അവൻ വലിയ ഹോളിയൊന്നുമല്ല. അവൻ ദുഷ്ടനാണ്, സൈത്താനിയാണ്, പൈശാചികമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്. ആ പവിത്രവനെ അല്ല ഞങ്ങളുടെ അടുത്തുള്ളത്, ആ പവിത്രമാണ്, പവിത്രമല്ലാത്തവനാണ് അല്ലേ, പ്യുവറൊന്നുമല്ല, അവനത്ര നല്ലവനൊന്നുമല്ല എന്ന് ദാദാജി പറഞ്ഞു. മഹാത്മാജി ने कहा, മഹാത്മാജി പറഞ്ഞു, മേരാ ബന്ദർ തോ ബഹുത്ത് പവിത്ര. എൻ്റെ ബന്ദർ, എൻ്റെ കുരങ്ങ് ഭയങ്കരമായിട്ട് പവിത്രമാണ്, ഹോളിയാണ് അല്ലേ. ചഹ മഹനെ പഹലെ ഉസെ കോയി ചുരാക്കർ ലേ ഗയ. ഒരു 6 മാസം മുമ്പ് ആരോ അതിനെ മോഷ്ടിച്ചുകൊണ്ട് പോയതായിരുന്നു. बाद में पता चला कि वह താങ്കെ വാലയുടെ പാസ്. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ താങ്കെ വാലയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലായി. ഉസെ ബതായ കി ഉസ്നെ ഉസ് സാഹബ് കോ ബേച്ച് ദിയാ ഹെ. ഞങ്ങൾ താങ്കെ വാലേനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് അതിനെ വിറ്റു എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ജിസ്കെ ഘർ മേ ചിടിയാഘർ ഹെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചിടിയാഘർ എന്ന് പറഞ്ഞാൽ സൂ ആണ് കേട്ടോ. ആനിമൽസിനെയൊക്കെ വെക്കുന്ന സ്ഥലത്തിനാണ് പറയുന്നത് ചിടിയാഘർ. ഞാനീ കൊടുത്തുവിട്ട താങ്കേവാലെ പറഞ്ഞു, ഞാനീ കൊടുത്തുവിട്ട ബന്ദറിനെ വിറ്റ ആൾക്കാരുടെ വീട്ടിൽ സൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം മൃഗങ്ങൾ സൂക്ഷിക്കുന്ന വീടാണ് കേട്ടോ. അപ്പോൾ സൂ ഉണ്ട് എന്ന് പറഞ്ഞു. दादाजी ने कहा, दादाजी പറഞ്ഞു, हाँ मैंने बाजार से एक बंदर को खरीदा है. ഞാൻ ബസാറിൽ നിന്ന് എനിക്ക് ആ കാര്യം ഓർത്തിട്ടാണ് ചിരി വന്നത്. ഇപ്പോൾ പെട്ടെന്ന് ആ കുരങ്ങൻ്റെ കാര്യം ഓർത്ത്. ദാദാജി പറഞ്ഞു, എൻ്റെ ഒരു പവിത്ര പുണ്യവാനായ കുരങ്ങനെ കാണാനില്ല എന്ന് മഹാത്മാവ് വന്ന് പറഞ്ഞപ്പോൾ ദാദാജി പറഞ്ഞു, ഞങ്ങളുടെ അടുത്തൊരു കുരങ്ങൊക്കെ ഉണ്ട്, പക്ഷെ അവൻ പവിത്രനൊന്നുമല്ല. ആ പവിത്ര എന്ന് പറഞ്ഞ കേട്ടപ്പോൾ എനിക്കൊരു ചിരി, പെട്ടെന്നൊരു ചിരി വന്നു കേട്ടോ. അത് വീണ്ടും അത് ഓർത്ത് ഞാൻ ചിരിച്ചു പോയത്. महात्माजी ने कहा, महात्माव പറഞ്ഞു, സോറി, दादाजी ने कहा, मैंने बाजार से बंदर खरीदा है. ഞാൻ മാർക്കറ്റിൽ നിന്ന് ഒരു കുരങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. देख सकते हैं, താങ്കൾക്ക് നോക്കാൻ പറ്റും. कि वह आपका है या नहीं. താങ്കളുടെ ആണോ അല്ലയോ എന്ന് തീർച്ചയായിട്ടും താങ്കൾക്ക് നോക്കാൻ പറ്റും. इतने में ही टोटो बरामदे में आ गया. അപ്പോഴേക്കും ടോട്ടോ ബറാന്തയിലേക്ക് വന്നു. उसने गेरुए वस्त्र वाला महात्मा जी को देखा.
ഗേരുവേ എന്ന് പറഞ്ഞ കാവ്യവസ്ത്രമിട്ട മഹാത്മാവിനെ കണ്ടു. അവർ ഖുഷീസെ സന്തോഷത്തോടെ കിൽക്കാരി വരെ ഒച്ചയുണ്ടാക്കി. ഫിർ വഹു ഉൻകെ കന്ധേ പർ ചढ़ गया. അദ്ദേഹത്തിൻ്റെ തോളത്ത് ചാടി കയറി. ക്യാ യഹ് ആപ്കാ ഹി പവിത്ര ബന്ധർ ഹെ, ദാദാജിനെ പൂച്ച. ഇതാണോ താങ്കളുടെ പുണ്യവാനായ ബന്ധർ എന്ന് ദാദാജി ചോദിച്ചു. ഹാ യഹ് പവിത്ര ബന്ധർ മേരാ ഹി ഹെ, ഈ പവിത്ര ഹോളി ബന്ധർ ഞങ്ങളുടേതാണ്. മഹാത്മാജിനെ കഹ, മഹാത്മാവ് പറഞ്ഞു. ആപ്പ് ഈസെ ലേ ജാ സക്തേ ഹെ, കൊണ്ടുപോക്കോളൂ, നിങ്ങൾക്കിതിനെ കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. ദാദാജിനെ കഹ, ദാദാജി പറഞ്ഞു. ദാദാജിക്ക് ഇച്ഛാ थे कि उन्हें टोटो के बदले 5 रुपये मिल जाए. ദാദാജിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ 5 രൂപ കൊടുത്താണല്ലോ ഇതിനെ വാങ്ങിച്ചത്, ആ 5 രൂപ തിരിച്ചു കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് ദാദാജിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. लेकिन उन्हें महात्मा जी को 5 रुपये दान में देने पड़े. അദ്ദേഹത്തിന് 5 രൂപ തിരിച്ച് കിട്ടുന്നതിന് പകരം ഈ മഹാത്മാവിന് 5 രൂപ തിരിച്ച് കൊടുക്കേണ്ടി വന്നു. മഹാത്മജിനെ ഹമേ ആശീർവാദ ദിയ, മഹാത്മജി ഞങ്ങൾക്ക് ആശീർവാദം തന്നു. മേനെ ടോട്ടോക്കോ കേലെ ദിയെ, ഞാൻ ടോട്ടോയ്ക്ക് പോവാണല്ലോ എന്ന് ഓർത്ത് ബനാന കൊടുത്തു. കേല എന്ന് പറഞ്ഞാൽ ബനാന. അവർ ഉസ്നെ മുച്ചി സ്നേഹ സിദേക്ക, അവന് ഞങ്ങളെ സ്നേഹത്തോട് നോക്കി ഞങ്ങൾ പോകുന്ന സമയത്ത്. ഇസ് പ്രകാർ ദാദാജി കോ ചൈൻ മിൽ ഗയ, ഇതുപോലെ ലൈക്ക് ദിസ് ദാദാജിക്ക് ഒരു സമാധാനം കിട്ടി. ചൈൻ മിൽ ഗയ. അപ്പം എനിക്കൊരു സംശയമുണ്ട്, ആ താങ്കേവാല തന്നെയാണോ മഹാത്മയുടെ രൂപം പ്രാപിച്ചു വന്നതെന്ന്. ഇന്നത്തെ ലോകമല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. എന്തായാലും ദാദാജി വന്ന് നമ്മുടെ ടോട്ടോയെ കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ മീനിങ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഹിന്ദി മീനിങ് ആണ്, എഴുതി വെച്ചോണം, പാഠം വായിച്ചോണം. ഓക്കെ. ഉദാസ് ദുഃഖി സാട്, चार चांद लगाना और भी अधिक सुंदर बनाना, टू ब्यूटी. करतूत करनी, कार्य मिसडीड्स. होशियार समझदार सेंसिबल. सुख देने वाला प्लेशरेबल. मलना प्रकटना, टू रब. बदन शरीर बॉडी. സമസ്യ പരേശാനി പ്രോബ്ലം, അങ്ങനെ അത്. ഇനി എന്താ ഇംഗ്ലീഷ് മീനിങ്. ഹൈദർ വാട്ടർ ട്രങ്ക്. ഫൈസല ഡിസിഷൻ. ശൈതാനി നോട്ടിനസ് ശാഖ ബ്രാഞ്ച്. ഝൂലന സ്വിങ്. സജാവട്ടി ഡെക്കറേറ്റീവ്. ചിത്ര പിക്ചർ. ഗർദൻ നെക്ക്. ദിമാഗി മെൻ്റൽ. चित्र पिक्चर. गर्दन नेक. दिमागी मेंटल. हल सॉल्यूशन. पवित्र पयस. महात्मा सेंट. വരാന്ത ഗേരുവ വസ്ത്ര ഓറഞ്ച് ക്ലോത്ത്, അതായത് കാവ്യവസ്ത്രം കേട്ടോ. കിൽഹാരി മാർന ജോയ്ഫുൾ ഔട്ട് ക്രൈ കേട്ടോ. കിൽഹാരി മാർന ജോയ്ഫുൾ ഔട്ട് ക്രൈ, അതായത് ഉറക്കെ സന്തോഷം കൊണ്ട് ഒച്ച ഉണ്ടാക്കുക. ഇച്ഛ ഡിസയർ, ആശീർവാദ് ബ്ലെസ്സിങ്സ്, സ്നേഹ ലവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാഠത്തിൽ നിന്ന്. ഇനി ക്വസ്റ്റ്യൻ ആൻസറും കൂടി തരാണ്, എല്ലാവരും ഒന്ന് എഴുതി വെക്കണം കേട്ടോ. താങ്ക് യു.